കേരള പോലീസിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു കാൽവയ്പാണ് മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത്. കേരളത്തിൽ മൊത്തം 484 പോലീസ് സ്റ്റേഷനുകളാണ് ഇന്ന് നിലവിലുള്ളത്. ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും പോലീസുകാരും ജനമൈത്രി അംഗങ്ങളും MLA-മാരടക്കമുള്ളവർ വീക്ഷിക്കുകയാണ്. മൊത്തത്തിൽ ഈ പദ്ധതി 1000 കേന്ദ്രങ്ങളിലാണ് ഇന്ന് പോലീസ് പേരൂർക്കടയിലെ ഈ ഉദ്ഘാടന ചടങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എക്കാലത്തും രാജ്യത്തിനാകെ മാതൃകാപരമായ ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത്. ലോകത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് കോഴിക്കോടാണ്. നമുക്കറിയാം, ഇന്ന് സുതാര്യമായ നിയമ നിർവഹണ സംവിധാനമാണ് കേരള പോലീസ്. ഈ നേട്ടങ്ങളിലെല്ലാം നമുക്ക് അഭിമാനിക്കാം. ജനസൗഹൃദ പോലീസായി കേരള പോലീസിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മൈ പോലീസ് സ്റ്റേഷൻ എന്ന പദ്ധതി ആരംഭിക്കുന്നത്. പോലീസ് സംവിധാനത്തെ ജനങ്ങളുമായി ചേർത്ത് നിർത്തുക, ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റുക, ഇതാണ് പോലീസിനെ കൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന, യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുകയാണെങ്കിൽ ഈ പോലീസിലുള്ള അമിത ജോലി ഭാരവും ആത്മഹത്യാ പ്രവണതകളും നമുക്ക് ഇല്ലാതാക്കാമെന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ 2 ആഴ്ചയായി കേരളത്തിലെ എല്ലാ പോലീസ് SHO-മാർക്കും CI-മാർക്കും ട്രെയിനിങ് നൽകുകയാണ്. ഇന്നത്തോടുകൂടി ആ ട്രെയിനിങ്ങുകൾ പൂർത്തിയാകുന്നു. സ്വാതന്ത്ര്യദിനത്തോടുകൂടി കേരള പോലീസിന് പുതിയ മുഖം വരുന്നു. ഇതിനെല്ലാം പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിപൂർണമായ പിന്തുണ നമുക്കുണ്ട് എന്നുകൂടി പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ആരോഗ്യമന്ത്രി എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ തീർച്ചയായും മേയറും അതോടൊപ്പം തന്നെ എല്ലാ രംഗത്തുമുള്ള ആളുകളുടെ സഹകരണം പോലീസ് തേടുകയാണ്. പോലീസ് ജനകീയ പോലീസാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് പോലീസ്. ഈ പോലീസ് സംവിധാനത്തെ സഹായിക്കണം, ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കേരള പോലീസിൻ്റെ ഏറ്റവും പ്രമുഖമായ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ സാദരം ഞാൻ ക്ഷണിക്കുകയാണ്. മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളൊരു പുതിയ സംരംഭത്തിന് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഞാൻ കരുതുന്നത് കഴിഞ്ഞ 75 ദിവസം കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തൂഫാൻ ആഞ്ഞടിച്ചതുപോലെ മൈ പോലീസ് സ്റ്റേഷൻ എന്നത് ഒരു പുതിയ സംസ്കാരമായി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാക്കാൻ, പോലീസിന് സ്ഥാനമുണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ പദ്ധതിയായി തീരുമെന്നുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 3 മാസം തികയുന്നതിന് മുൻപാണ് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ മയക്കുമരുന്നിനെതിരായ ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ഡ്രഗ് ഹണ്ട് നടക്കുന്നത്. ഇന്ന് മറ്റു സംസ്ഥാനങ്ങൾ പോലും മാതൃകയായി ആ പദ്ധതിയെ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവരെല്ലാം പൂർണ്ണമായ സഹകരണമാണ് അതിന് വാഗ്ദാനം നൽകിയത്. തീർച്ചയായും മയക്കുമരുന്നിൽ നിന്ന് കേരളത്തിൻ്റെ യുവത്വത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കേരള പോലീസിൻ്റെ ശ്രമങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായി മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പോലീസിനെ കുറിച്ചുള്ള ആളുകളുടെ ധാരണ വളരെ വളരെ വ്യത്യസ്തമാണ്. വർഷങ്ങളായി പോലീസ് ഒരു ഭയമാണ് ജനങ്ങളിൽ സൃഷ്ടിക്കുന്നത്. പഴയ മലയാള സിനിമകളിലെ ഹേഡ് കുട്ടമ്പിള്ള എന്നൊരു കഥാപാത്രമുണ്ട്. സ്ഥിരം ടിപ്പിക്കൽ കഥാപാത്രമാണ്. റോട്ടിൽ ഈ ഏട് കുട്ടമ്പിള്ള ഇറങ്ങിയാൽ, അന്ന് ഹാഫ് നിക്കറാണ് അന്ന് ഉള്ളത്, ആ നിക്കറുമായിട്ട് വലിയ കൊമ്പം മീശയൊക്കെ പിരിച്ച് ഏട് കുട്ടമ്പിള്ള ഇറങ്ങുമ്പോഴേക്കും റോഡിലരികെ നിൽക്കുന്ന ആളുകളെല്ലാം ഓടി അകത്ത് വീട്ടിൽ കയറി എല്ലാ ഡോറടയ്ക്കും. അങ്ങനെ ഒരു ആളുകളുടെ പേടി സ്വപ്നമായിട്ടാണ് പോലീസിനെ പഴയ കാലത്തിൽ നമ്മുടെ ചെറുപ്പത്തിലെല്ലാം
സിനിമകളിലൂടെയെല്ലാം അവതരിപ്പിച്ചിരുന്നത്. അതിൽ നിന്നെല്ലാം മാറി പോലീസ് ഒരു സുഹൃത്താണ്, നമുക്ക് ഒരു സഹായം വേണ്ടി വരുമ്പോൾ ഓടിയെത്തുന്നൊരു ബന്ധുവാണ് എന്നുള്ള നിലയിലേക്ക് കേരള പോലീസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ശ്രമമാണ് മൈ പോലീസ് സ്റ്റേഷൻ. ഇന്ന് ലോകത്തെല്ലായിടത്തും കുറ്റവാളികൾ തന്നെ വളരെ അഡ്വാൻസ്ഡാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുക, കോടിക്കണക്കിന് രൂപയാണ് ആളുകളെ നഷ്ടപ്പെടുന്നത്. ഞാൻ 23 വർഷം മുമ്പ് ഒരു പഠന പര്യടനത്തിനായി അമേരിക്കൻ USA യാത്ര ചെയ്തു. USA ഒരു ഡെൻവർ എന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. ഞങ്ങളുടെ ടീം അവിടുത്തെ പോലീസ് ചീഫുമായി ഒരു ഡിസ്കഷൻ നടത്തി. അന്ന് അവിടുത്തെ പോലീസ് ചീഫ് ഞങ്ങളോട് പറഞ്ഞു, സർ, വരാൻ പോകുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് വരാതിരിക്കുന്ന കാലത്ത് സൈബർ കുറ്റകൃത്യങ്ങളാണ്. വഴിയിലൊരു കാറിലൊരു പേഴ്സ് കിടന്നാൽ അതിൽ ഡോളർ ഉണ്ടാവും, പക്ഷേ കുറ്റവാളി ഡോളർ എടുക്കാൻ പോകുന്നില്ല, ID കാർഡ് എടുക്കുന്നു. ആ ID കാർഡ് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ബാങ്കിലുള്ള പണം മുഴുവൻ എടുക്കും. പലതരത്തിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അതുകൊണ്ട് 24 വർഷം മുമ്പാണ് ഡെൻവറിലെ പോലീസ് ചീഫ് അത് പറഞ്ഞത്. ഇനി വരാനിരിക്കുന്ന നാളുകളിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് സൈബർ കുറ്റകൃത്യമാണ്. അപ്പോൾ ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ വികസിക്കുന്നത് അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു, മെഷീൻ ലേണിംഗ് വന്നു, റോബോട്ടിക് ടെക്നോളജി വന്നു, ഒരുപാട് ഫ്യൂച്ചർ ടെക്നോളജികൾ വന്നു. സോ നമ്മൾ അറിയേണ്ടത് അതനുസരിച്ച് കുറ്റവാളികൾ ഈ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതാണ്. അതനുസരിച്ച് പോലീസിനെ അതിന് റെഡിയാക്കി മാറ്റുക, പോലീസിനെ എക്യുപ്പ് ചെയ്യുക. ഈ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ നടന്നാൽ ആ കുറ്റകൃത്യത്തിൻ്റെ തെളിവുകൾ നശിപ്പിച്ചു കളയാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം വേണം. ഒരു ബന്ധം, ഇത് നമ്മുടെ ആളാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് പോലീസ്, ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഉള്ളത് എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പദ്ധതിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മൈ പോലീസ് സ്റ്റേഷൻ എന്ന പദ്ധതി ഞാൻ ഉദ്ഘാടനം ചെയ്തതാണ്. കേരള പോലീസിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു കാൽവയ്പാണ് മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത്. കേരളത്തിൽ മൊത്തം 484 പോലീസ് സ്റ്റേഷനുകളാണ് ഇന്ന് നിലവിലുള്ളത്. ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും പോലീസുകാരും ജനമൈത്രി അംഗങ്ങളും MLA-മാരടക്കമുള്ളവർ വീക്ഷിക്കുകയാണ്. മൊത്തത്തിൽ ഈ പദ്ധതി 1000 കേന്ദ്രങ്ങളിലാണ് ഇന്ന് പോലീസ് പേരൂർക്കടയിലെ ഈ ഉദ്ഘാടന ചടങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എക്കാലത്തും രാജ്യത്തിനാകെ മാതൃകാപരമായ ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത്. ലോകത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് കോഴിക്കോടാണ്. നമുക്കറിയാം, ഇന്ന് സുതാര്യമായ നിയമ നിർവഹണ സംവിധാനമാണ് കേരള പോലീസ്. ഈ നേട്ടങ്ങളിലെല്ലാം നമുക്ക് അഭിമാനിക്കാം. ജനസൗഹൃദ പോലീസായി കേരള പോലീസിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മൈ പോലീസ് സ്റ്റേഷൻ എന്ന പദ്ധതി ആരംഭിക്കുന്നത്. പോലീസ് സംവിധാനത്തെ ജനങ്ങളുമായി ചേർത്ത് നിർത്തുക, ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റുക, ഇതാണ് പോലീസിനെ കൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ
കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന, യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുകയാണെങ്കിൽ ഈ പോലീസിലുള്ള അമിത ജോലി ഭാരവും ആത്മഹത്യാ പ്രവണതകളും നമുക്ക് ഇല്ലാതാക്കാമെന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ 2 ആഴ്ചയായി കേരളത്തിലെ എല്ലാ പോലീസ് SHOമാർക്കും CIമാർക്കും ട്രെയിനിങ് നൽകുകയാണ്. ഇന്നത്തോടുകൂടി ആ ട്രെയിനിങ്ങുകൾ പൂർത്തിയാകുന്നു. സ്വാതന്ത്ര്യദിനത്തോടുകൂടി കേരള പോലീസിന് പുതിയ മുഖം വരുന്നു. ഇതിനെല്ലാം പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിപൂർണമായ പിന്തുണ നമുക്കുണ്ട് എന്നുകൂടി പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ആരോഗ്യമന്ത്രി എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ തീർച്ചയായും മേയറും അതോടൊപ്പം തന്നെ എല്ലാ രംഗത്തുമുള്ള ആളുകളുടെ സഹകരണം പോലീസ് തേടുകയാണ്. പോലീസ് ജനകീയ പോലീസാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് പോലീസ്. ഈ പോലീസ് സംവിധാനത്തെ സഹായിക്കണം, ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കേരള പോലീസിൻ്റെ ഏറ്റവും പ്രമുഖമായ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ സാദരം ഞാൻ ക്ഷണിക്കുകയാണ്. മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളൊരു പുതിയ സംരംഭത്തിന് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഞാൻ കരുതുന്നത് കഴിഞ്ഞ 75 ദിവസം കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തൂഫാൻ ആഞ്ഞടിച്ചതുപോലെ മൈ പോലീസ് സ്റ്റേഷൻ എന്നത് ഒരു പുതിയ സംസ്കാരമായി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാക്കാൻ, പോലീസിന് സ്ഥാനമുണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ പദ്ധതിയായി തീരുമെന്ന്. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 3 മാസം തികയുന്നതിന് മുൻപാണ് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ മയക്കുമരുന്നിനെതിരായ ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ഡ്രഗ് ഹണ്ട് നടക്കും.